CA സാറ് വിളിപ്പിച്ചിട്ട് വന്നതാ. ഞാൻ വെറുതെ. ഞാനാ അവൾക്ക് സോറി, സീതയെ കല്യാണം കഴിക്കാൻ വന്ന ആള്. അറിയാം. ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. നേരിട്ട് വന്ന് കണ്ട് പറയാനുള്ള ധൈര്യക്കുറവുള്ളതുകൊണ്ടാ. ഏയ് സാറല്ല, ഇതിപ്പോ കെട്ടത്തിന് മുൻപായതുകൊണ്ടോ ഒക്കെ. കെട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതിലും വലിയ കണക്കടയിൽ പോയനെ. ശരിയെന്നാ. സീതേ ഒന്ന് വന്നേ. എനിക്കില്ലാത്ത എന്ത് കോപ്പാടോ അവനുള്ള. അല്ല ചോദിച്ചതേ ഉള്ളൂ. ശരി. മുഖാന്തരമുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരാകണമേ. ഞങ്ങളുടെ ദൈവത്തിൽ മാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾ മാറ്റപ്പെടുകയും നിന്റെ ചെയ്യാൻ ഞങ്ങൾ പറക്കുകയും ഞങ്ങളുടെ മനസ്സിലാക്കി ശ്രേഷ്ഠമാക്കുകയും ഞങ്ങളുടെ അളവാൻ ശ്രേഷ്ഠമായി ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതവും കയറ്റമാകണമേ. കോഴ്സ് എന്നാ ഉദ്ദേശിച്ച? എന്താ സേവ്യറെ പ്രശ്നം? കാര്യവൻ നമ്മുടെ ചെക്കനാ, പള്ളിയിലാ വളർന്നതും. പക്ഷെ കുരിശന്റെ വഴി സ്വീകരിക്കാത്ത ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ആൾത്താരയ്ക്കകത്ത് വെച്ച് കല്യാണം നടത്തുക എന്ന് പറഞ്ഞ പോക്കൃത്തരമല്ലേ അച്ചോ? സേവ്യറെ, മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറം മനുഷ്യത്വത്തിന്റെ ബലം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സഭയും സമുദായവുമാണ് നമ്മുടേത്. അതുമല്ല, സഭാവിശ്വാസങ്ങളെ മനസ്സിൽ അംഗീകരിച്ച് ഇവനോടൊപ്പം ഇറങ്ങി വന്ന പെണ്ണാണ് ഇവള്. വളർത്ത മുതലാണെന്ന് കരുതി എന്തും കാണിക്കല്ലേ അച്ചോ? ഇത് സഭയിലെ ബാക്കിയുള്ളവരും കൂടെ ശീലമാക്കിയാ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? എടാ മോനെ സോളമാ, നിന്റെ കെട്ട് അച്ചായം നടത്തൂടാ, അതും എന്റെ ചെലവില്. പക്ഷെ ഇത് നടക്കൂല. അവള് മാമോദീസ മുങ്ങട്ടെ, നമുക്ക് നടത്താം. സേവ്യറെ, മാമോദീസ മുങ്ങിയാൽ മാത്രമേ മനുഷ്യരാകൂന്ന് ഒരു വേദപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ഈ ഇടവകയുടെ വൈദികൻ എന്ന നിലയ്ക്ക് ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. ആ പരിപാടി ഇവിടെ നടക്കുകയല്ല അച്ചോ. ഇത് ഞങ്ങൾ ഇടവകക്കാരുടെ പള്ളിയാ. ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന പാലക്കുന്നേലെ സേവ്യറാ. പള്ളിയുടെ അധികാരി എന്ന് പറയുന്ന പാലക്കുന്നിലെ സേവ്യറോ അനിയം പോളോ ഈ പറഞ്ഞ ഞാനോ അല്ല, ഈശോ മിശിഹായ തമ്പുരാനാ. ആ തമ്പുരാന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവും. സോളമ, കെട്ടട അവിടെ കെട്ടി താലി. വേണ്ടച്ചോ, ഞങ്ങൾ കാരണം ആരുടെയും വിശ്വാസമൊന്നും തരണ്ട. കർത്താവ് ആൾത്താരയിൽ മാത്രമല്ലല്ലോ,